ഹലോ ഹായ് ഫ്രണ്ട്സ്, മെമ്മറീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കേരള പഴനി എന്ന അമ്പലമാണ്. കേരള പഴനി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ്. നമുക്ക് രണ്ട് വഴി പോകാം. തൃക്കൂർ പഞ്ചായത്തിലൂടെയും പോകാം, പുത്തൂർ പഞ്ചായത്തിലൂടെയും പോകാം. അതിൻ്റെ മിഡിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കാണാൻ ഏകദേശം നമ്മുടെ പഴനി പോലെ തന്നെയാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി അത് ഏകദേശം ഒരു 200 ആൻഡ് എബോവ് സ്റ്റെപ്പുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ആണ് ഏറ്റവും ടോപ്പിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ അമ്പലത്തേക്ക് ഈ സ്റ്റെപ്പ് വഴിയും പോകാം, അല്ലാതെയും പോകാം. അതായത് വണ്ടികളൊക്കെ വരുന്നൊരു സ്ഥലവും കൂടെ ഉണ്ട്, റോഡുണ്ട്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിലും. അപ്പം ഇപ്പോൾ നടക്കാൻ വയ്യാത്തവരോ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേയും പോകാം. വലിയ വാഹനങ്ങളൊക്കെ അവിടേക്ക് കടത്തി വിടുന്നൊരു റോഡും കൂടെ ഈ അമ്പലത്തേക്ക് പോകാനുണ്ട്. ഇത് ഞങ്ങൾ ഇന്നലെ ഒരു സായാഹ്ന സമയത്ത് ഏകദേശം ഒരു 5:30-6 മണി സമയത്തൊക്കെയാണ് പോയത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോയി. അതേ ഞാൻ താഴെ തന്നെ നമുക്കിവിടെ ഗണപതി കോവിലുണ്ട്. ഗണപതി കോവിലിൽ നിന്ന് നമുക്ക് ഇപ്പോൾ വഴിപാടുകളുണ്ടല്ലോ, മുരുകൻ്റെ അമ്പലത്തിലെ വഴിപാട്, അതായത് പഴനിയിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ഇവിടെയും. അതായത് കാവടി എടുക്കുക, തലമുണ്ടനം ചെയ്യുക, പുഷ്പാഞ്ജലി ചെയ്യുക, പിന്നെ പഞ്ചാമൃതത്തിൻ്റെ വഴിപാട് ചെയ്യുക, അങ്ങനത്തെയൊക്കെ വഴിപാടുകളൊക്കെ തന്നെ ഇവിടെയുള്ളത്. അപ്പോൾ താഴെ നമ്മൾ ഗണപതിയുടെ അമ്പലത്തിൽ അവിടെ വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാവടി തരും. ഇപ്പോൾ കാവടി വഴിപാട് വെച്ചിട്ടുള്ളവർക്ക് കാവടി എടുത്ത് നമുക്ക് ഈ മല കയറി മുരുകൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് റൗണ്ട് ചെയ്ത് നമുക്ക്, അതായത് അവരോട് പ്രദക്ഷിണം ചെയ്യാൻ പറയും. 6 വട്ടോ 7 വട്ടോ അങ്ങനെ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് അതവിടെ സമർപ്പിച്ച് തിരിച്ചു വരാം. ഓരോ വഴിപാടാണത്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് ഞങ്ങൾ പതുക്കെ കയറി ഇതാണ് അമ്പലം. ഇതാണ് ഇപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ കാണാം, ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയ ഒരു പ്രതീതി തോന്നും. അവിടെ ഞാൻ ടോപ്പിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സെൽഫി എടുത്തതാണ്. അമ്പലത്തിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അമ്പലമാണ്, നല്ല ഭംഗിയുള്ള അമ്പലം. അപ്പം അങ്ങനെ ഏകദേശം അതിനടുത്തെത്തി. ഞങ്ങൾ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ചു. നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് പ്രസാദമൊക്കെ തന്നു. അതെല്ലാം എടുത്ത് ഞങ്ങൾ കാവടി കൊണ്ടുവച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ കുറേ പേരിങ്ങനെ കാവടി താഴേന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. എല്ലാം വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ അപ്പുറത്ത് ഊട്ടുപുരയുണ്ട്. അപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് അവിടെ ഊട്ടുപുരയിൽ നമുക്കവിടെ അന്നദാനമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോയെന്ന് അറിയില്ല, സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശമൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല പണികൾ. അപ്പോൾ ഇങ്ങനെ ഓരോ ചുറ്റും ഈ കൊത്തുപണികളും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ റൗണ്ട് ചുറ്റി, അതായത് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി ഞങ്ങളിങ്ങനെ ഇപ്പുറത്തെ സൈഡ് കൂടെ നേരെ വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇതാണ് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ, ഇപ്പോൾ ആദ്യം ഞങ്ങൾ ലെഫ്റ്റിലൂടെ പോയിട്ട് റൈറ്റിലൂടെ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കൊടിമരം, അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയൊക്കെ തന്നെ ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട്. അവിടെ കുറേ വഴിപാടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും മുഴുവനൊന്നും വായിക്കാനും നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവിടെ അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള പുഷ്പാഞ്ജലിയും അങ്ങനത്തെ വഴിപാട് തന്നെയാണ്. സ്പെഷ്യലായിട്ട് ഈ തലമുണ്ടനം ചെയ്യലും ഈ കാവടി എടുക്കലും അങ്ങനത്തെയൊക്കെയാണ്. ഇവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികൾക്കൊക്കെ തല മുണ്ടനം ചെയ്യാനും വലിയവർക്കും മുണ്ടനം ചെയ്യാനൊക്കെ ഉള്ള 3 ഇങ്ങനെ ഒരു റൂമുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ അതിന് മുമ്പ് വഴിപാട് ചീട്ടാക്കി ഇവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തലമുണ്ടനം ചെയ്തു തരും. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്താ വെച്ചാൽ താഴെ ഇറങ്ങി വരുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ പക്ഷേ ഇവിടെയൊക്കെ നിറച്ച് വീടുകളാണേ. അപ്പോൾ ആ വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സന്ധ്യ ആവാൻ കുറച്ച് അങ്ങനെ ഇരുട്ട് വരുന്നില്ലല്ലോ സന്ധ്യ ആയാലും. അപ്പോൾ ഒരു 7 മണി വരെയൊക്കെ നിന്നിട്ടും ഭയങ്കരമായിട്ട് ഇരുട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി മഴ കിട്ടിയാൽ നമുക്ക് പണിയാവും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂരിൻ്റെ ആ ഭാഗം മൊത്തം കാണാമെന്നൊക്കെ പറയട്ടോ. വലിയ ബിൽഡിങ്ങൊക്കെ അവിടെ നിന്ന് കാണാമായിരുന്നു. എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട്
അതങ്ങനെ ഫോക്കസ് ചെയ്തെടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷേ അതേ കണ്ടോ ഒരു വലിയ ബിൽഡിങ്ങൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിത് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീംസൊക്കെ അതേ മുമ്പേ ഇറങ്ങി. അപ്പോൾ അതേ താഴെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വലിയ മുരുകൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ടോപ്പിലാട്ടോ അത് ഇങ്ങനെ, അതായത് 2 തൂണ് കൊടുത്തിട്ട് മുകളിലായിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതിനടുത്ത് എത്തുന്നവരെ നമുക്കിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ഇറങ്ങാം, പ്രാർത്ഥിച്ചിങ്ങനെ ഇറങ്ങാം. ഇതാണത് ഭഗവാന്റെ രൂപം, കണ്ടില്ലേ? ഇതാണേ, ഇതാ. ഇനി കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിലെത്തി. ഞങ്ങളുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പതുക്കെ ഇറങ്ങി. എൻ്റെ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. കയറുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കയറിയെങ്കിലും ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ ഇറങ്ങുന്നതുകൊണ്ട് എനിക്കൊരു മുട്ടുവേദന ചെറുതായിട്ട് ഫീൽ ചെയ്തു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏറ്റവും താഴെ എത്തി. ഞാനൊന്ന് തിരിഞ്ഞു നിന്നിട്ട് എടുത്തതാണ്. അങ്ങനെ അടിപൊളിയാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണം. സൂപ്പർ അമ്പലമാണ്. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, നമുക്ക് ആ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും പുത്തൂരിലേക്ക് സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബൈ.